നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് കട്ടർ ഉണ്ടാകാം, ഹമ്പ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പലരും അതിനോട് ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മളൊരു ഹമ്പ് ഉള്ളിടത്തും ഒരു ഗട്ടർ ഉള്ളിടത്തും എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കൂട്ടി ഓടിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലർക്കും പേടിയാണ് ഒരു ഹമ്പ് ഉള്ളതും കട്ടറുള്ളതും, കാരണം വണ്ടി എടുത്തുകൊണ്ട് പോയി മറിയും. കാരണം എത്രയാണ് ബ്രേക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ നമ്മളെ ആക്സിലേറ്ററിൽ നിന്ന് എത്രയും നമ്മൾ കൊടുത്താൽ വണ്ടി കയറും, എന്തൊക്കെ ചെയ്താലായിരിക്കും ഒരു ഹമ്പ് നമുക്ക് കറക്റ്റായിട്ട് കയറ്റി ഇറക്കുക എന്ന് എല്ലാവർക്കും ധാരണയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും ഇതുപോലൊരു പേടിയാണ്, അതായത് ഹമ്പും അതുപോലെ കട്ടറും ഉള്ളത് കാരണം മറിഞ്ഞ് വീഴും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാൻ അറിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പേടി കാരണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു ഹമ്പ് ചാടുന്നത്, ഒരു കട്ടർ ചാടുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മളൊരു സ്കൂട്ടി, അതായത് നമ്മുടെ സ്കൂട്ടിയുടെ ബാക്കിലെ ബ്രേക്കാണിത്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കാണിത്. ഞാനിപ്പോൾ സാധാരണ നമുക്കൊരു ഒരുപാട് കാണിക്കാം, പക്ഷേ നമുക്ക് ആ വീഡിയോയ്ക്ക് ലെന്തിയാക്കി പോകും. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഞാൻ ഓടിച്ച് കറക്റ്റായിട്ട് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അതായത് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് എൻ്റെ കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഓടിച്ച് കാണിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി അത് എൻ്റെ കണ്ടന്റ് ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും. അതായത് നമ്മുടെ ഹാൻഡിലാണിത്, ഇത് നമ്മുടെ ബാക്കിലെ ബ്രേക്ക്, ഇത് നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്ക്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലൊരു ഹമ്പുണ്ട്. ഈ ഹമ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ എത്ര സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോൾ ഇതാണ് ആക്സിലേറ്റർ. നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുത്താണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്കൊരു മുന്നിൽ ഹമ്പ് കാണുന്നത്. ഹമ്പ് കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആക്സിലേറ്ററിൽ നിന്ന് കൈ അയക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കൈ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കൈ വിടണം. കൈ വിട്ടതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്കിൽ ഒന്ന് ചെറുതായിട്ട് പിടിച്ചു. ഈ പിടിച്ചെന്ത് ചെയ്യണം, ബ്രേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീല് എന്ത് ചെയ്യും, ഹമ്പിലോട്ട് ചെന്ന് മുട്ടും. ഫ്രണ്ട് വീല് എന്ത് ചെയ്യും, ഈ ഹമ്പിലോട്ട് ചെന്ന് മുട്ടും. ഈ മുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ബ്രേക്ക് എന്ന് വിടുക. ബ്രേക്ക് എന്ന് വിട്ടില്ല എന്ത് ചെയ്യും, നമുക്ക് ബാക്കിലെ വീല് കയറി ഇറങ്ങത്തില്ല. നമ്മൾ ഫ്രണ്ടിലെ വീല് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ബാക്കിലെ ബ്രേക്ക് പിടിച്ചോണ്ട് എന്ത് ചെയ്യണം, ഫ്രണ്ടിലെ വീലങ്ങ് ഇറക്കുക. അതിന് ശേഷം എന്ത് ചെയ്തു, ഇതത് വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു സ്വല്പം, അതായത് ഞാൻ കാറുകൾക്കും എല്ലാ വണ്ടിക്കും പറയുന്ന പോലെ നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ എത്രയാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു 2-3 പേപ്പർ വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് കൊടുക്കാതെ ഒരു 2-3 പേപ്പർ ഇങ്ങനെ അനക്കി ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ബാക്കിലെ വീല് ചാടിക്കത്തക്ക പോലെ ഇറക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ബലം കൊടുത്തുകൊണ്ട്, അപ്പോൾ അതായത് നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് വിടുന്ന സമയത്ത് എന്ത് ചെയ്തിരുത്, നമുക്ക് ഇതൊന്ന് കൈ മാറ്റി പോകരുത്. കാരണം നമ്മുടെ ഇതേ തന്നെ ഹാൻഡിൽ തന്നെ ആയിരിക്കണം കൈ. ബ്രേക്കിൽ നിന്ന് വിട്ടു, ആ ഹാൻഡിലെ തന്നെ പിടിച്ചുകൊണ്ട് വലിയ ബലം കൊടുക്കാതെ എന്ത് ചെയ്യണം, 2 പേപ്പർ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ കയറ്റി ഇറക്കുക. എന്നാൽ മാത്രം എന്ത് ചെയ്തില്ല, ബാക്കിലെ വീല് കറക്റ്റായിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളൊരു കട്ടറും അങ്ങനെയുള്ള കുഴികളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കാല് കുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ വണ്ടി കൂടുതൽ സ്റ്റോപ്പായി പോകുന്നതുകൊണ്ടാണ് നിങ്ങളെ കയ്യിൽ നിന്ന് വണ്ടി മറിയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് അയച്ച് പിടിച്ചെന്ത് ചെയ്യുക, ആക്സിലേറ്ററോട് തൊള്ളി ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ആക്സിലേറ്റർ പരുവത്തിന് കൊടുക്കുക. അതായത് കൂടുതൽ കൊടുക്കാനും പാടില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് കയറി നടന്ന് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അങ്ങ് പോകും. അല്ല നിങ്ങൾക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തെറിക്കും. നമ്മളെ കുഴികളെ കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യും, തെറിക്കും. അപ്പം നമ്മൾ ഒരുപാട് എന്തെങ്കിലും കൂട്ടി കൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, സ്വല്പം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അയച്ച് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വെച്ചാൽ, അതായത് നമ്മളൊരു ഹമ്പ് ചാടുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ അയച്ചതിന് ശേഷം ബ്രേക്കിൽ പിടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് വീൽ ചെന്ന് മുട്ടുമ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ പിടിച്ചുകൊണ്ടാകരുത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ട് വീൽ ഇറക്കാൻ. ഫ്രണ്ട് വീൽ ചെന്ന് മുട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് വിട്ടതിന് ശേഷം ആക്സിലേറ്ററിൽ ഒരു 2 പേപ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇറക്കാം. എന്നാൽ കറക്റ്റ് നടന്ന് കയറുന്ന പോലെ നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ബാക്കിൽ ഒരാളുണ്ടെങ്കിലും അറിയാതെ നമുക്ക് ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹമ്പ് ചാടുന്നതും അതുപോലെ കട്ടർ ചാടുന്നതും എല്ലാം അതേ സെയിം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, കട്ടർ വരുന്ന സമയത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ സ്ലോ ചെയ്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് വിട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അല്പമായിട്ട് സ്വല്പമായിട്ട് എന്ത് ചെയ്യുക,
ആക്സിലേറ്റർ കൊടുക്കുക. അല്ലാതെ കൂട്ടി കൊടുക്കാൻ പാടില്ല. നിങ്ങളല്ലാതെ കൊടുക്കാതെ ഇങ്ങനെ എന്നാ വണ്ടി നീങ്ങട്ടെ ഗട്ടറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കാതെ ഇരിക്കരുത്. എന്ത് ചെയ്യത്തില്ല, വണ്ടി നീങ്ങത്തില്ല. വണ്ടി ചെറുതായിട്ട് നടക്കുന്ന രീതിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്ത കാരണം വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വണ്ടി നിങ്ങൾക്ക് അറിയരുത്, വണ്ടി നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ 2 കാലും മേളി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടി നിന്ന് പോകരുത്. കാരണം നിന്ന് പോയി എന്ത് ചെയ്യും, നമ്മൾ മറിയും, ഒരു സൈഡോട്ട് മറിയും. അപ്പം വണ്ടി എന്ത് ചെയ്യണം, ചെറുതായിട്ട് നടത്തുക. അതായത് 2 പേപ്പറുകളെല്ലാം കൊടുത്ത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് നടത്തുക. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഗട്ടറും അതുപോലെ ഹമ്പും നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റും. വളരെ സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു രീതി തന്നെ ചെയ്താൽ നിങ്ങൾക്കും വളരെ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്കും സ്കൂട്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ല, ഞങ്ങൾക്ക് അതിലൂടെ ഒന്ന് ഓടിച്ച് കാണിക്കണം, ഞങ്ങളൊക്കെ അതുപോലെ ആ രീതിയിൽ ഒന്ന് ഓടിച്ച് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.